ആന്ധ്രാപ്രദേശിലെ ശ്രീ സത്യസായി ജില്ലയിലുള്ള കോരണ്ട എന്നു പേരുള്ള ഒരു സ്ഥലമാണിത്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിത്രാവതി നദിയുടെ തീരത്തുള്ള ഒരു ഗ്രാമവും മണ്ഡലം ആസ്ഥാനവുമാണ് കോരന്തല. ഇത് ചിത്രാവതി കുറുകെയുള്ള പാലത്തിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്നും 120 കിലോമീറ്റർ അകലെ ദൂരമുള്ളൊരു ഗ്രാമമാണിത്. പഴയ വിജയനഗര സാമ്രാജ്യത്തിലെ നരസിംഹ സാലുവ AD 354 പണികഴിപ്പിച്ചിട്ടുള്ള ഒരു ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ചരിത്രപ്രധാനമായി വളരെയധികം പ്രാധാന്യമുള്ളൊരു അമ്പലത്തിൻ്റെ ആണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഇതെങ്കിലും വളരെ മനോഹരമായി പരിപാലിക്കപ്പെട്ടു പോരുന്ന ഒരു ക്ഷേത്രമാണ് ഇന്ന് ഇത്. ഈ ക്ഷേത്രം ഗോറണ്ട്ല എന്ന ടൗണിൻ്റെ മധ്യഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. പൂർണ്ണമായും കരിങ്കല്ലിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ക്ഷേത്രം ഇന്നും യാതൊരു കേടുപാടും കൂടാതെ നിലനിൽക്കുന്നു. ദേശീയ പ്രാധാന്യമുള്ള കേന്ദ്ര സംരക്ഷിത സ്മാരകങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് ഈ ക്ഷേത്രം. ഇവിടെ നമുക്ക് കാണാം കല്ലിൽ കൊത്തിയിരിക്കുന്ന ചെറിയ രൂപങ്ങൾ. ഈ ക്ഷേത്രം ഒറ്റ നിലയായിട്ടാണ് പണിതിട്ടുള്ളത്. പ്രധാന ക്ഷേത്രം കൂടാതെ മറ്റ് നിർമ്മിതികളും നമുക്കിവിടെ കാണാം. ആ നിർമ്മിതിയിൽ നിന്നുള്ള ഒരു കൽപ്പാത്തിയാണിത്. ഇതാണ് ക്ഷേത്രം കൂടാത്ത മറ്റ് നിർമ്മിതി. പ്രധാന ക്ഷേത്രത്തിൽ നിന്ന് മാറി പൂർണ്ണമായും കരിങ്കല്ലിൽ നിർമ്മിച്ചിട്ടുള്ള വളരെ ഉയരമുള്ള മനോഹരമായൊരു കൽബണ്ഡവും നമുക്ക് കാണാം. ധാരാളം കൊത്തുപണികളോട് കൂടിയൊരു മണ്ഡപമാണിത്. ക്ഷേത്ര പരിസരങ്ങൾ പുല്ലൊക്കെ നട്ട് വളരെ മനോഹരമാക്കിയിരിക്കുന്നു. കൃത്യമായ അളവിൽ കീറി എടുത്തിട്ടുള്ള കരിങ്കല്ലിലാണ് ഈ ക്ഷേത്രം പൂർണ്ണമായി നിർമ്മിച്ചിട്ടുള്ളത്. വളരെ സങ്കീർണവും മനോഹരവുമായ കൊത്തുപണികളാൽ സമ്പന്നമാണ് ഈ ക്ഷേത്രത്തിലെ തൂണുകൾ ഓരോന്നും. ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന കവാടം വലിയ കോട്ട പോലെ നിർമ്മിച്ചിരിക്കുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം വളരെ ശ്രമകരമായ ഒരു ജോലിയായിരിക്കണം. വളരെയധികം സൂക്ഷ്മമായ കൊത്തുപണികളാൽ ഈ നിർമ്മിതികളിൽ ഓരോന്നും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങൾ പുല്ലൊക്കെ നട്ട് വളരെ മനോഹരമാക്കിയിരിക്കുന്നു. ഇതൊക്കെ ഒരുപക്ഷെ അടുത്ത കാലത്ത് നട്ടതായിരിക്കാം. ഈ വളർന്നു നിൽക്കുന്ന തെങ്ങും ഒക്കെ. വളരെ വലിയ കരിങ്കൽ പാളികൾ കൊണ്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഇതിനൊക്കെ മേൽക്കൂര ഉണ്ടായിരുന്നതായിരിക്കാം, കാലക്രമേണ നശിച്ചുപോയതായിരിക്കാം. ക്ഷേത്രത്തിന് പുറത്ത് വലിയൊരു ആൽമരവും നമുക്ക് കാണാം. ഈ ക്ഷേത്രത്തോളം തന്നെ പഴക്കം കാണുമായിരിക്കാം ഒരു പക്ഷേ ഈ ആലിന്. തണൽ വിരിച്ചു നിൽക്കുന്ന വളരെ വലിയൊരു ആൽമരമാണിത്. ഇപ്പോൾ ഈ ക്ഷേത്രം പൂർണ്ണമായും കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണത്തിലും നിയന്ത്രണത്തിലുമാണ് ഉള്ളത്. അതുകൊണ്ട് വളരെ മനോഹരമായി കാണപ്പെടുന്നു ഈ ക്ഷേത്രം. വിജയനഗര സാമ്രാജ്യത്തിലെ സാലുവ വംശത്തിലെ നരസിംഹ രാജാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഈ ക്ഷേത്രത്തിലെ ഓരോ തൂണുകളിലും സങ്കീർണങ്ങളും മനോഹരങ്ങളുമായ ധാരാളം കൊത്തുപണികൾ നമുക്ക് കാണാം. ഒറ്റക്കല്ലിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ തൂണുകൾ ഓരോന്നും. ഈ ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ വളരെ വലുതും മനോഹരവുമായ ഒരു ക്ഷേത്രക്കുളവും നിർമ്മിച്ചിട്ടുണ്ട്. വളരെ വലിയ കരിങ്കൽ പാളികൾ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ ക്ഷേത്രക്കുളം. വളരെയധികം ആഴമുള്ളൊരു ക്ഷേത്രക്കുളം കൂടിയാണിത്. വളരെ അധികം പടവുകൾ ഇറങ്ങി വേണം ക്ഷേത്രക്കുളത്തിലേക്ക് വരുവാൻ. ഇവിടെയും നമുക്ക് കാണാം ചെറിയൊരു വിഗ്രഹം.
ക്ഷേത്രത്തിൽ നിന്നും ഈ പോകുന്ന നടപ്പാത വിശാലമായ മൈതാനത്തേക്കാണ്. ഇവിടെ നമുക്കൊരു കിണർ പോലെ ഒരു സംഭവം കാണാം. ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെയുള്ള ഈ നടപ്പാത ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഉണ്ട്. ഒറ്റക്കല്ലിൽ തീർത്തിട്ടുള്ള ഈ ക്ഷേത്രത്തിലെ തൂണുകളിൽ ഓരോന്നിലും ധാരാളം ദേവീദേവന്മാരുടെ ചിത്രങ്ങൾ കൊത്തിവച്ചിരിക്കുന്നു. വളരെ മനോഹരമായൊരു നിർമ്മിതിയാണിത്. ആ കാണുന്ന വാതിൽ ക്ഷേത്രത്തിനുള്ളിലുള്ള ശ്രീകോവിലിലേക്കാണ്. ക്ഷേത്രത്തിലെ ഏറ്റവും അലങ്കരിച്ച ഭാഗം ധാരാളം കൊത്തുപണികളോട് കൂടിയ അലങ്കരിച്ചിട്ടുള്ള പൂമുഖമാണ്. അലങ്കരിച്ച ധാരാളം തൂണുകളാൽ സമ്പന്നമാണ് ക്ഷേത്രത്തിലെ പൂമുഖം. ഓരോ തൂണിലും വ്യത്യസ്തവും സങ്കീർണങ്ങളുമായ ധാരാളം കൊത്തുപണികളാണ് ചെയ്തിരിക്കുന്നത്. വളരെ സൂക്ഷ്മവും സങ്കീർണമാണ് ഓരോ കൊത്തുപണികളും. ധാരാളം ദേവീദേവന്മാരുടെ ചിത്രങ്ങളാണ് ഇവിടെ കൊത്തിവച്ചിരിക്കുന്നത് ഓരോ തൂണിലും. അതുമാത്രമല്ല, ഈ തൂണുകളെല്ലാം ഒറ്റക്കല്ലിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. മാധവരായ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ക്ഷേത്രം വളരെ മനോഹരമായി പരിപാലിക്കപ്പെട്ടിരിക്കുന്നു. മാധവരായ ക്ഷേത്രത്തിന് ചുറ്റും നടപ്പാതയൊക്കെ ഒരുക്കി മനോഹരമാക്കിയിരിക്കുന്നു. പ്രധാന ക്ഷേത്രവും ഉപക്ഷേത്രവും മറ്റ് നിർമ്മിതികൾക്ക് അരികിൽ കൂടി നടപ്പാത ഒരുക്കിയിട്ടുണ്ട്. ആ നടപ്പാതയുടെ സൈഡിൽ മനോഹരങ്ങളായ ചെടികളൊക്കെ വെച്ച് മനോഹരമാക്കിയിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ പോകുന്ന വഴി അവസാനിക്കുന്നത് ക്ഷേത്രത്തിനോട് അടുത്ത് തന്നെയുള്ള ചെറിയ ടൗണിലേക്കാണ്. ഒരുപക്ഷെ പുരാതന കാലം മുതൽ തന്നെ ഇവിടെ ഒരു ചെറിയ സ്ഥലമുണ്ടായിരിക്കാം, കച്ചവടത്തിനും മറ്റുമൊക്കെ. വൈകുന്നേരമായാൽ ഇതാണ് ക്ഷേത്രത്തിൽ വന്നുള്ള കാഴ്ച. ക്ഷേത്രത്തിന് അഭിമുഖമായി ഒരു ദേവിയുടെ രൂപം കല്ലിൽ കൊത്തിവച്ചിരിക്കുന്നു. പൂർണ്ണമായി കരിങ്കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന നിർമ്മിതി കാണാൻ വളരെ ഭംഗിയുണ്ട്. ഇത് ആർക്കിയോളജിക്കൽ വകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള ഒരു ബോർഡാണ്. പുരാതന വസ്തുക്കൾ സംരക്ഷിക്കേണ്ടതിൻ്റെയും അത് നശിപ്പിക്കപ്പെട്ടാൽ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷയും മറ്റു കാര്യങ്ങളൊക്കെ ഈ ബോർഡിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ഈ ക്ഷേത്രം നിർമ്മിക്കാൻ ആവശ്യമായി കരിങ്കല്ലുകളെല്ലാം അടുത്തു നിന്ന് ഉള്ള സ്ഥലത്തല്ല എന്നുള്ളതാണ്. വളരെ ദൂരെയുള്ള കോറിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ഇത് ക്ഷേത്രക്കുളത്തിൽ നിന്നും കയറി വന്നിരിക്കുന്ന ഒരു ആമയാണിത്. സിമെൻറ്റും ഒന്നും കണ്ടുപിടിക്കാത്ത കാലത്ത് ഈ വലിയ കരിങ്കല്ലുകൾ ചാന്ത് ഉപയോഗിച്ചാണ് അവിടെ ഉറപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ക്ഷേത്രക്കുളത്തിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ. വളരെ വലുതും ആഴവുമുള്ളൊരു ക്ഷേത്രക്കുളമാണിത്. ഈ മനോഹരമായ ക്ഷേത്രം കാണുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, എത്ര നാളത്തെ
ക്ഷമാപൂർവമായ അധ്വാനത്തിൻ്റെ ഫലമായിട്ടായിരിക്കാം ഈ മനോഹര ക്ഷേത്രം ഈ കരിങ്കല്ലിൽ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. എത്രയായിരം ആൾക്കാരുടെ അധ്വാനം, എത്രയായിരം കലാകാരന്മാരുടെ അല്ലെങ്കിൽ ശില്പികളുടെ അധ്വാനത്തിൻ്റെ ഫലമായിരിക്കാം കരിങ്കല്ലിൽ തീർത്തിട്ടുള്ള ഈ ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആധുനിക ടെക്നോളജികളൊന്നും ഉപയോഗിക്കാണ്ട് വലിയ കരിങ്കൽ പാളികൾ എങ്ങനെയായിരിക്കാം ഒരുപക്ഷെ ഈ ക്ഷേത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടാവുക. ഇതാണ് മാധവരായ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ. വിഷ്ണുവിന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ ക്ഷേത്രം. ഇവിടെയും കാണാം കൊത്തുപണികളുള്ള ഒരു മനോഹരം ഒരു കരിങ്കൽ തൂണ്. എങ്ങനെയായിരിക്കാം ഈ നിർമ്മിതി ഉണ്ടാക്കിയിട്ടുള്ളത്? എങ്ങനെയായിരിക്കാം വലിയ കരിങ്കൽ പാളികൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടാവുക? ഇന്ന് നമ്മൾ കാണുന്ന ആധുനിക സാങ്കേതിക വിദ്യകളൊന്നുമില്ലാത്ത കാലത്ത് എങ്ങനെയായിരിക്കും അത് മുകളിൽ കയറ്റിയിട്ടുണ്ടാവുക? പലരുടെയും മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു ചോദ്യമായിരിക്കാം ഇത്. ഇവിടെയെല്ലാം നമുക്ക് കാണാം ചെറുതും വളരെ മനോഹരവുമായ ധാരാളം ശില്പങ്ങൾ കരിങ്കല്ലിൽ കൊത്തിവച്ചിരിക്കുന്നത്. ഒരുപക്ഷെ കാലപ്പഴക്കത്താൽ ഈ കല്ലിൻ്റെ നിറം മങ്ങിയതാവാം. എങ്കിലും മനോഹരമാണ് ഈ ക്ഷേത്രം നൽകുന്നൊരു അനുഭവം. ഈ ക്ഷേത്രത്തിലെ ഓരോ കൊത്തുപണികളും നമുക്ക് പുതിയ അറിവും അനുഭവമാണ് നൽകുന്നത്. മനുഷ്യകരങ്ങളാൽ നിർമ്മിതമായ ഇത്തരം നിർമ്മിതികൾ നൽകുന്ന അറിവും അത് സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും ഓർത്തുകൊണ്ടും ഇത് വരും തലമുറയ്ക്കും ഒരു അറിവും അനുഭവവും നൽകുന്ന ഒരു സംഭവമായിരിക്കണം എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ക്ഷേത്രത്തിൽ നിന്നും പോകുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.